ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്തവരുടെ നാട് ഇന്ന് തലക്കെട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇത് ജാപ്പനിലെ ഇക്കിഗായിയെ പറ്റിയാണ്. ഒക്കിനാവോ ദ്വീപിലെ ഇക്കിഗായി എന്ന് പറയുന്ന ജീവിക്കാനൊരു കാരണം എന്ന ആശയത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളുടെ കഥയാണ്. അല്ലെങ്കിൽ ഇത് മിസാവോ കൊവ എന്ന് പറയുന്ന ജാപ്പനീസ് മുത്തശ്ശിയുടെ കഥയായിരിക്കും. അവരുടെ നാടിനെ പറ്റിയാവും. കാരണം അവർ 1898 ജനിച്ച് 2015 ഏപ്രിൽ മരിച്ച ആളാണ്. 3 നൂറ്റാണ്ടുകളിലൂടെ ജീവിച്ച ആളാണ് മിസാവോ കോവ എന്ന് പറയുന്ന മുത്തശ്ശി. അവരുടെ നാടിനെ പറ്റിയോ ഇക്കിഗായിയെ പറ്റിയല്ല, ഇതിനപ്പുറത്തേക്കുള്ളൊരു കഥയാണ്. മദ്യപാനമില്ലാത്ത, ആത്മഹത്യയില്ലാത്ത, 65 വയസ്സുവരെ ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്തൊരു നാടിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്കൊന്ന് കാണാം, നോക്കാം. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിൻ്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രസകരമായ ഒരു വിഷയം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത നാട് എന്നുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത ആളുകൾ താമസിക്കുന്നൊരു നാടുണ്ടോ എന്നുള്ള വലിയ ഒരു സംശയം. ആ സംശയത്തിൽ നിന്നാണ് ആത്മമിത്ര പബ്ലിക്കേഷൻസിൻ്റെ ഐശ്വര്യത്തോടെ പ്രായമാവാം, അർത്ഥവത്തായി ജീവിക്കാം എന്ന ഡോക്ടർ സി തോമസ് എബ്രഹാമിൻ്റെ പുസ്തകത്തിലൂടെ കിട്ടിയൊരറിവാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു നാട്, ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൻ്റെ പ്രത്യേകത അവിടെയുള്ള ആളുകൾക്ക് ആർക്കും ആത്മഹത്യയില്ലാത്ത ഒരിടമാണ്. അവിടെയുള്ള ആളുകൾക്ക് ആത്മഹത്യയില്ല എന്നുള്ളതാണ്. അവർക്ക് മദ്യപാന ആസക്തിയില്ല, മയക്കുമരുന്നുകളോട് താല്പര്യങ്ങളില്ല, കുറ്റവാസനകൾ വളരെ കുറവാണ്. നേരത്തെ പ്രതിപാദിച്ചതുപോലെ 65 വയസ്സിനുള്ളിൽ ആരും അവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരം ഒരു നാടിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞു, ആത്മമിത്ര പബ്ലിക്കേഷൻസിൻ്റെ ഐശ്വര്യത്തോടെ പ്രായമാവാം, അർത്ഥവത്തായി ജീവിക്കാം എന്ന ഡോക്ടർ സി തോമസ് എബ്രഹാമിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ അറിവ് പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ കഥ എന്താണ് എന്നുള്ളതല്ലേ. 1880 ഇറ്റലിയിലെ ഫോജിയോ പ്രൊവിൻസിൽ നിന്ന് ഈ പറയുന്ന റോസെറ്റോ വാൽ ഫൊത്തോറെ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് ഒരു പട്ടണത്തിലെ ആളുകൾ, 1000-ഓളം വരുന്ന കുടുംബങ്ങൾ അവിടേക്ക് പറിച്ചു മാറ്റപ്പെട്ടത്, അല്ലെങ്കിൽ അവിടേക്ക് കുടിയേറി പാർത്തത്. അങ്ങനെ അവരിപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലെ പെൻസിൽവേനിയയ്ക്ക് അടുത്തുള്ള ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള ആളുകളുടെ ഈ ഒരു പ്രത്യേകതയെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കണ്ടെത്തുന്നത് ഡോക്ടർ സ്റ്റീവർട്ട് വൂൾഫ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അവിടെ തന്നെയുള്ള, ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ലോക്കൽ, അല്ലെങ്കിൽ ആ പ്രദേശത്തൊരു ഡോക്ടറുമായിട്ടുള്ള സംഭാഷണത്തിനിടയിലാണ് 1950കളിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രദേശമുണ്ട്, ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ആളുകൾക്ക് ഇങ്ങനെ ഒരു സവിശേഷതയുണ്ട്. 65 വയസ്സ് വരെ അവർക്ക് ആർക്കും ഹാർട്ട് അറ്റാക്ക് ബാധിക്കുന്നില്ല. അവരിൽ ആരും തന്നെ അധികം മയക്കുമരുന്നിനോട് ആസക്തിയുള്ള ആളുകളല്ല. അവർ ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. എന്തിനു പറയുന്നു, അൾസർ പോലും ബാധിക്കാത്ത ആളുകളാണ് അവിടെയുള്ളവരിൽ ഭൂരിഭാഗവും. 65-ന് ശേഷം ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകളുടെ കണക്കെടുക്കുമ്പോൾ അമേരിക്കയിൽ ആകെയുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് കാണുമ്പോൾ, ഇതിലെ ആദ്യ തലക്കെട്ട് കാണുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്തവരുടെ നാട് എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിക്കുക ഈ പറയുന്നത് പോലെ ജപ്പാനിലെ ഒക്കിനാവോ ദ്വീപിലെ ഇക്കിഗായി എന്ന് പറയുന്ന ആശയത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളുടെ കഥയാണ്. അതല്ല, ഇത് മറ്റൊരു ഇടത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുള്ളൊരു പരീക്ഷണം, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പരിശോധന നടത്തി. അവിടെ തന്നെയുള്ള ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ബ്രൂൺ എന്ന് പറയുന്ന ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനോട് ഒത്തുചേർന്നുകൊണ്ടാണ് വൂൾഫ് ഒരു പഠനം നടത്തിയത്. ആ പഠനത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് അവിടെയുള്ള ആളുകളുടെ മനുഷ്യത്വം, ഇഴയടുപ്പമുള്ള ഹൃദയബന്ധം, ഈ മനുഷ്യത്വവും നല്ല ഇഴയടുപ്പമുള്ള ഹൃദയബന്ധവുമാണ് ഇത്തരം ഒരു ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്തവരുടെ നാട് എന്നൊരു തലത്തിലേക്ക് ഈ ബാംഗ്ലൂരിനെ ഉയർത്തിയത്, അല്ലെങ്കിൽ റോസെറ്റോ വാൽ ഫൊത്തോറെ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഉയർത്തിയത് ഇവരുടെ ഈ ഹൃദയബന്ധവും അതുപോലെ തന്നെ മനുഷ്യത്വവുമാണെന്നുള്ളതാണ്. ഇവരെ പറ്റി കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ ഈ പട്ടണത്തിൽ താമസിക്കുന്ന ആളുകൾ, 2000-ൽ പരം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അയൽബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. എല്ലാ അയൽപ്പക്കവും പരസ്പരം അവർ വീടുകൾ സന്ദർശിക്കും. അതുപോലെ തന്നെ വഴിയിലൊക്കെ ഇവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ വർത്തമാനം പറയാതെ ഇവരാരും പരസ്പരം കടന്നു പോകില്ല. എന്തെങ്കിലും ഒന്ന് മിണ്ടിയും പറഞ്ഞു മാത്രമാണ് ഇവർ
പരസ്പരം കണ്ടു കഴിഞ്ഞാൽ പിരിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ ഇവരിടയ്ക്ക് പരസ്പരം അയൽക്കാരും ബന്ധുക്കളൊക്കെ ഒത്തുകൂടും. അവരുടെ വീട്ടുവളപ്പിൽ പൊതുവായ ആഹാരം പാചകം ചെയ്ത് ഇവരെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു മനോഹരമായ രംഗം കൂടി ഇവരവിടെ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെയാണ് ഇവർക്കിടയിലുള്ള നല്ല ആത്മബന്ധം, ഇഴയെടുപ്പം, ഹൃദയബന്ധങ്ങളൊക്കെ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, ഇവർ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഏതാണ്ട് 3 തലമുറകളാണ് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പഠനം ഇവരെ അവസാനം എത്തിച്ചത് നല്ല സാംസ്കാരികമായ പശ്ചാത്തലം, മനുഷ്യർക്കിടയിലുള്ള നല്ല കൊടുക്കൽ വാങ്ങലുകൾ, നല്ല സൗഹൃദം അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധം, ഇങ്ങനൊരു പശ്ചാത്തലം വരുമ്പോൾ മറ്റൊന്നും ഇപ്പോൾ നമ്മൾ പറയും പൊതുവെ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം, വ്യായാമം ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ജനിതകമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പരിസ്ഥിതി ഘടകങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇതൊന്നുമല്ല ഇവരുടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കണ്ടെത്തിയത് നല്ല ഹൃദയബന്ധങ്ങൾ, ഇഴയടുപ്പമുള്ള നല്ല അയൽ ബന്ധങ്ങൾ, നല്ല അത്തരത്തിലുള്ള ബന്ധങ്ങൾ തന്നെയാണ്, മനുഷ്യത്വമാണ് ഇവരെ ഇത്തരത്തിലുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്തവരുടെ നാട് എന്ന് പറയുന്നൊരു തലത്തിലേക്ക് ഉയർത്തിയത്. അപ്പോൾ ഈ റോസെറ്റോ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ ലോകത്താകമാനം വ്യാപിക്കട്ടെ എന്നുള്ള ഒരു മഹത്തായ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വീഡിയോയുമായിട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് ഒരിക്കൽ കൂടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വർത്തമാനങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ പങ്കുവെക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. ഇത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി പങ്കുവെക്കാനും മറക്കരുത്. മറ്റൊരു വാർത്തയും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്